കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പറേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ന്യൂസ് പേപ്പർ റീഡിങ്, എസ്പെഷ്യലി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ റീഡിങ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ന്യൂസ് പേപ്പർ റീഡിങ്ങിനെ കുറിച്ച് പറയുന്നുമുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എങ്ങനെ ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് എഫക്റ്റീവായി വായിക്കാം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നത്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഫോർ എൻ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആസ്പിരൻസ് പോയിൻ്റ് ഓഫ് വ്യൂ. ഒന്നാമത്തത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, രണ്ടാമത്തത് നമ്മുടെ കറണ്ട് അഫെയർസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം, നമ്മൾ എക്സാമിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങളൊരു SSC CGL എക്സാം അല്ലെങ്കിൽ ബാങ്ക് എക്സാം, ബാങ്ക് PO ഓർ ക്ലർക്ക് എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഗ്രാമർ വരുന്നുണ്ട്, വൊക്കാബുലറി വരുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം ഒരുമിച്ച് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു വഴിയാണ് റീഡിങ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. സോ നമുക്കറിയാം, നോർമലി എക്സാമിൽ ചോദിക്കാറുള്ളത് വൊക്കാബുലറി പാർട്ടിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. രണ്ടാമത്തത് പുതിയ വൊക്കാബുലറീസ്, പുതിയ ഇഡിയംസ്, ഫ്രേസസ് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. ആൻഡ് പുതിയ വൊക്കാബുലറീസും ഇഡിയംസും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് ധാരാളം കിട്ടുക ഇങ്ങനെ ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിലുള്ള എഡിറ്റോറിയൽ, ഒപ്പീനിയൻ, കമൻറ്റ്സ് എന്നീ സെക്ഷൻസാണ്. അപ്പോൾ നമ്മളത് വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നിങ്ങൾ എത്ര സമയം ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ മാക്സിമം 2 hours. ഒരു ദിവസം നമ്മൾ 2 മണിക്കൂറെങ്കിലും പത്രം വായിക്കാൻ ചിലവഴിച്ചേ പറ്റൂ. ആൻഡ് അതിന് 2 സ്റ്റെപ്പുകളുണ്ട്. അതിലാദ്യം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് ഞാൻ പറയട്ടെ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ 2 മണിക്കൂർ പത്രം വായിക്കുന്ന സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് 2 പാർട്ടായിട്ടാണ്. ആദ്യത്തെ പാർട്ട് ഒരു 1 hour and 15 minutes നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എഡിറ്റോറിയൽ, ഒപ്പീനിയൻ, കമൻറ്റ് സെക്ഷൻ വായിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ബാക്കി 45 minutes, 45 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കറണ്ട് അഫെയർസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് പേജ്, നാഷണൽ പേജ്, ബിസിനസ് പേജ്, ദെൻ സ്പോർട്സ് പേജ് എന്നീ പേജുകൾ വായിക്കാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ്. പക്ഷേ കൂടുതൽ ആസ്പിരൻസും ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഞാൻ പറയാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എലിമിനേറ്റ് ചെയ്ത് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നേരിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ഫീൽ ചെയ്യും? ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് ഓൾ അബൌട്ട് കോൺഫിഡൻസ്, building confidence. And another important thing is it's just like constant and never ending improvement. നമുക്കൊരു സഡൻ ഇമ്പ്രൂവ്മെൻറ്റ് ചിലപ്പോൾ ഇംഗ്ലീഷിൽ ഫീൽ ചെയ്യില്ല നിങ്ങൾ പത്രം വായിക്കുകയാണെങ്കിൽ. നിങ്ങളിപ്പോൾ മാത്തമാറ്റിക്സ് ചെയ്യുന്ന സമയത്ത് മാത്സിൽ കുറച്ച് പ്രോബ്ലംസ്, കൺസെപ്റ്റ് പഠിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യില്ല. നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. നിങ്ങൾ 4 to 6 months, 4 മാസം മുതൽ 6 മാസം വരെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ സ്ഥിരമായിട്ട് 2 മണിക്കൂർ വായിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായി ഇമ്പ്രൂവ് ചെയ്യും. ആൻഡ് ദാറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പാണ് പറഞ്ഞത്. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, ആദ്യമായിട്ട് പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം ഒരിക്കലും നമ്മൾ എഡിറ്റോറിയൽ സെക്ഷൻ വായിക്കരുത്. വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ലോക്കൽ പേജസ്. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് ഓൾ അബൌട്ട് ബിൽഡിങ് കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാവുന്ന ഇംഗ്ലീഷിലുള്ളത് വായിക്കണം. ഏത് പത്രത്തിൻ്റെയും ലോക്കൽ പേജസ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഇംഗ്ലീഷ് വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വായിച്ചു തുടങ്ങുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ആദ്യം തന്നെ ലോക്കൽ പേജ് വായിക്കുക. ദെൻ അതിൻ്റെ കൂടെ സ്റ്റേറ്റ് പേജ് വായിക്കുക, നാഷണൽ പേജ് വായിക്കുക. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോർട്സ് പേജ് വായിക്കുക. സോ ഈ പേജിലൂടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ഒരു മിനിമം 1 month, സോ 1 month to 1.5 months നമ്മൾ കടന്നു പോകേണ്ടത്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരുപാട് കോമൺലി യൂസ് ചെയ്യുന്ന വൊക്കാബുലറീസ് ഈ പേജുകളിൽ നമുക്ക് കിട്ടും. ഒരുപാട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഓർക്കുക, ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വായിക്കുന്ന സമയത്ത് എന്ത് വേണം? നമ്മുടെ കയ്യിലൊരു നോട്ട്ബുക്കും വേണം, ഒരു ഡിക്ഷണറിയും വേണം. അറിയാത്ത മീനിങ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. സോ നമ്മൾ എഴുതി വെക്കുന്നത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 10 ദിവസം ഞാൻ ഈ പറഞ്ഞ പേജുകൾ, ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള പേജുകൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് വൊക്കാബുലറി സ്ഥിരമായിട്ട് കടന്നു പോകും. ആൻഡ് അത് കോമൺലി യൂസ് ചെയ്യുന്ന വൊക്കാബുലറിയാണ്. സോ അങ്ങനത്തെ വൊക്കാബുലറീസ് ഒക്കെ നിങ്ങൾക്ക് ഒരു മാസം, 1.5 മാസം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും.
ആൻഡ് ഒരിക്കലും മറക്കരുത്, നമുക്ക് അറിയാത്ത വൊക്കാബുലറി കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ആൻഡ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ന്യൂസ് വായിച്ചു, അതിലൊരു 3 വൊക്കാബുലറി അറിയാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ 3 വൊക്കാബുലറി എഴുതി വെക്കണം. ദെൻ അത് വായിച്ചതിന് ശേഷം എഗെയിൻ ആ മീനിങ് വായിച്ചതിന് ശേഷം എഗെയിൻ വീണ്ടും എന്ത് ചെയ്യണം, അതേ ന്യൂസ് വായിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ നമുക്ക് കുറച്ചും കൂടി ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. സോ ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളാണെങ്കിൽ ചെയ്യേണ്ടത്. ഈ സ്റ്റെപ്പ് എലിമിനേറ്റ് ചെയ്ത് ഒരിക്കലും സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകരുത്. അതായത് എഡിറ്റോറിയൽ വായിക്കാൻ തുടങ്ങരുത്. എഡിറ്റോറിയൽ നമ്മൾ ആദ്യം തന്നെ വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ കോൺഫിഡൻസ് തകർന്നു പോകും. പിന്നെ നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ബിൽഡിങ് കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാവുന്നത് തൊട്ട് വായിക്കണം. സോ ലോക്കൽ പേജ്, സ്റ്റേറ്റ് പേജ്, നാഷണൽ പേജ്, സ്പോർട്സ് പേജ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ആദ്യത്തെ റൗണ്ടിൽ കവർ ചെയ്യുക. ദെൻ ആദ്യത്തെ സ്റ്റെപ്പിൽ കവർ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും 2 മണിക്കൂർ തന്നെയാണ്. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ആദ്യത്തെ 45 മിനിറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നാഷണൽ പേജ്, സ്പോർട്സ് പേജ്, എക്കണോമിക്, ബിസിനസ് പേജ്, ദെൻ നാഷണൽ പേജുകളൊക്കെ എന്ത് ചെയ്യുക, വായിച്ച് നോക്കാം. 45 മിനിറ്റ്സ് ഇസ് ഇന്നഫ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നേരെ എഡിറ്റോറിയൽ, ഒപ്പീനിയൻ, കമൻറ്റ് സെക്ഷനിലേക്ക് കിടക്കുക. അവിടെ നമ്മളെ ടാർഗറ്റ് ആ 2 പേജ് 1.25 മണിക്കൂർ കൊണ്ട് തീർക്കുക എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ ടാർഗറ്റ്. 1.25 മണിക്കൂർ കൊണ്ട് എത്ര തീരുന്നുവോ അത്ര മാത്രം വായിച്ചാൽ മതി. ആൻഡ് നിങ്ങളത് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആൻഡ് യു വിൽ റീച്ച് എ പോയിൻറ്റ് where you will finish those 2 pages in 1 hour and 15 minutes, maybe less than that. അതിലേക്ക് എത്താൻ പറ്റും, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരിക്കലും എന്താ പറയുക, പെട്ടെന്ന് സഡൻ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു 4 to 6 months നിങ്ങൾ സ്ഥിരമായിട്ട് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് വളരെ 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 ഡെവലപ്പ് ആവും. സോ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം. നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ, അല്ല നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് വായിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 സെക്കൻഡ് സ്റ്റെപ്പ് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. ആൻഡ് 2 hours ധാരാളമാണ്. സോ ഡെഫിനറ്റായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പർ വായിക്കുക, ഈ രീതിയിൽ വായിക്കുക, 2 മണിക്കൂർ നന്നായിട്ട് സ്പെൻഡ് ചെയ്യുക. ഡെഫിനറ്റായിട്ടും എല്ലാവരുടെയും ഇംഗ്ലീഷും ഡെവലപ്പ് ആവും, നിങ്ങളുടെ കറണ്ട് അഫയേഴ്സും ഡെവലപ്പ് ആവും. സോ thank you for watching this video. I'll see you in the next video. Till then, you take care.